ഭവിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ, വെജിറ്റബിൾസ് ഒക്കെ ഇട്ട്. ഇപ്പോൾ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം വെജിറ്റബിൾസ് എല്ലാം തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് തക്കാളി, പിന്നെ നമ്മുടെ അച്ചിങ്ങ പയർ കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക്, കുറച്ച് സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന ശേഷം ഉപ്പ് ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ചേർക്കുന്ന ന്യൂഡിൽസ് മസാലയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കണ്ട, ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതൊന്ന് വഴലട്ടെ. ഒന്ന് കുറച്ച് വഴന്ന ശേഷം ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ന്യൂഡിൽസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാരിയോയുടെ ജസ്റ്റ് തട്ക എന്ന് പറയുന്നൊരു ന്യൂഡിൽസ് മസാലയാണ്, കുറച്ച് സ്പൈസിയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കേട്ടോ, എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് ചെറിയൊരു ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് നമ്മളുടെ ന്യൂഡിൽസ് 4 കേക്ക്സ് ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്നുകൂടെ. വെന്ത് വരുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടെ വേവണം. ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് റെഡി ആയി കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒന്ന് പറ്റി, മൊത്തത്തിലൊന്ന് പറ്റി, അതൊന്ന് വെന്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ടാകുമ്പോൾ നല്ലുണ്ട്, സൂപ്പർ. ഉപ്പുണ്ടോ? ആവശ്യത്തിനുണ്ട്, നല്ല ടേസ്റ്റാണ്, സ്പൈസി നല്ലതാ. ശരി, അപ്പോൾ ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ, ആ മസാലയ്ക്കകത്ത് ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒത്തിരി ഇതൊന്നുമില്ല, ഗ്രേവി ഒന്നുമില്ല, അപ്പോൾ ഇച്ചിരി ഉണ്ട്, ഒന്ന് കുഴഞ്ഞിട്ടുണ്ട് താനും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്തവർക്കും ഇവിടെ മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.